ഹലോ നമസ്കാരം. PSC വിത്ത് അനന്തു NRDയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും LPUPക്കൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും അല്ലേ? അപ്പോൾ അതിൻ്റെ സിലബസ് ഒക്കെ എല്ലാവരും കണ്ടു കാണുമല്ലോ. അപ്പോൾ നമ്മുടെ സാമൂഹ്യ ശാസ്ത്രത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപങ്ങൾ എന്ന ഭാഗത്തുള്ള അഞ്ചുതെങ്ങ് കലാപം, ആറ്റിങ്ങൽ കലാപം എന്നീ രണ്ട് കലാപങ്ങളുടെ കുറച്ച് നോട്ടുകളാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അഞ്ചുതെങ്ങ് കലാപം നോക്കാം. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697 ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ പ്രക്ഷോഭമാണ് അഞ്ചുതെങ്ങ് കലാപം. അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ പ്രധാന കാരണം കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാലയായിരുന്നു അഞ്ചുതെങ്ങ്. അഞ്ചുതെങ്ങിൽ ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാല സ്ഥാപിക്കാൻ അനുവാദം നൽകിയത് ഉമയമ്മ റാണിയായിരുന്നു. അഞ്ചുതെങ്ങ് പണ്ടകശാലയുടെ പണി പൂർത്തിയായ വർഷം 1690 ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ച കേരളത്തിലെ ആദ്യ കോട്ടയായ അഞ്ചുതെങ്ങ് കോട്ടയുടെ പണി പൂർത്തിയായത് 1695 അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ മറ്റു കാരണങ്ങളായിരുന്നു ആയുധം സൂക്ഷിക്കുവാനായി ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങിൽ നിർമ്മിച്ച ഡിപ്പോയും അതിനെ തുടർന്നുണ്ടായ ജനങ്ങളുടെ രോഷവും അമർഷവും പ്രക്ഷോഭവും. അടുത്തതായി നമുക്ക് ആറ്റിങ്ങൽ കലാപം നോക്കാം. ഒരുപാട് PSC പരീക്ഷയിൽ ആവർത്തിച്ച് ചോദിച്ചൊരു ചോദ്യമാണ്, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണെന്നുള്ളത്. ആൻസർ ആറ്റിങ്ങൽ കലാപം. അപ്പോൾ ഇത് നോക്കി വെച്ചിട്ട് പോകണം, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം നടക്കുന്ന സമയത്ത് വേണാട് ഭരിച്ചിരുന്ന ഭരണാധികാരി ആദിത്യവർമ്മയാണ്. ആദിത്യവർമ്മയുടെ ഭരണ കാലയളവ് എന്ന് പറയുന്നത് 1718 തൊട്ട് 1721 വരെയാണ്. ആറ്റിങ്ങൽ കലാപത്തിൽ കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു ഗിഫോർഡ്. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമായിരുന്നു ആറ്റിങ്ങൽ കലാപത്തെ അടിച്ചമർത്തിയത്? തലശ്ശേരിയിൽ നിന്നുള്ള. ആറ്റിങ്ങൽ കലാപത്തിൻ്റെ പരാജയത്തെ തുടർന്ന് 1723 ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ്? വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമും. വളരെ ചെറിയ രണ്ട് പോർഷനായിരുന്നു അഞ്ചുതെങ്ങ് കലാപവും ആറ്റിങ്ങൽ കലാപവും. അപ്പോൾ അതിൽ നിന്നുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഒരു പോർഷനുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, താങ്ക്